എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, നമ്മുടെ നാട്ടില് നഴ്സുമാര് സ്ട്രൈക്ക് നടത്തുന്നത്. പല ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ സ്ട്രൈക്കാണ്. കാരണം നഴ്സുമാരുടെ മിനിമം വേതനം ഒരു 40,000 ആക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അത് മാനേജ്മെന്റിനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരോടുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയോ ഒന്നും തന്നെയല്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം, അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് കാരണം നമ്മുടെ ഈ വർദ്ധിച്ചു വരുന്ന വില വർധനവ് കാരണം പല അവശ്യ സാധനങ്ങളുടെയും വില കൂടി വന്നിരിക്കുകയാണ്. എന്തിന് 1 കിലോ വെളിച്ചെണ്ണയുടെ വില തന്നെ വളരെയധികം കൂടിയിരിക്കുകയാണ് പണ്ടത്തേനേക്കാളും. അപ്പൊ അതൊന്നും നമ്മുടെ ഈ 20,000 രൂപ സാലറി കൊണ്ട് നമുക്കൊരു കുടുംബം നടത്താനായിട്ട് പാടാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ 2008 പഠിച്ചിറങ്ങുമ്പോൾ എനിക്ക് ഒരു 8 ലക്ഷം രൂപയോളം ചെലവായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആക്കുമ്പോൾ ഒരു കുട്ടിക്ക് ചെലവാകുന്ന 10-15 ലക്ഷത്തോളം രൂപയാണ്. ഇത് പലരും പല സ്ഥലങ്ങളിൽ നിന്ന് ലോൺ എടുത്തും അല്ലെങ്കിൽ പലിശക്ക് പൈസ കടമെടുത്തും അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികളെല്ലാം പഠിച്ചിറങ്ങുന്നത്. എന്നാൽ കിട്ടുന്ന ശമ്പളമോ അത് അടച്ചു തീർക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരും പല എക്സാമുകൾ എഴുതി വെളിയിൽ പോകുന്നത്. ഈ പോകുന്ന ആർക്കും തന്നെ അവിടെ പോയി ജോലി ചെയ്ത് അവിടെ ലാവിഷായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചു പോകുന്നവരല്ല. കാരണം നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ പാരന്റ്സിന്റെ കൂടെ അവർക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ പനി വന്നാൽ തന്നെ നമുക്കത് താങ്ങാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ എപ്പോഴും നമുക്ക് കൂടെ ഉണ്ടാവണം. മറ്റു രോഗികളെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ പാരന്റ്സിനെ നമുക്ക് കെയർ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്നത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാനസികമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരുടെയും ആഗ്രഹം നാട്ടിൽ തന്നെ താമസിക്കണം, നല്ലൊരു ശമ്പളത്തോടു കൂടി നാട്ടിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ നഴ്സുമാർ. എന്നിട്ടും അവർ വെളിയിൽ പോകുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ്. ഇന്ന് ഞാൻ ഇപ്പൊ ഈ കാര്യം പറയുന്നത്, ഞാൻ വെളിയിൽ ജോലി ചെയ്തിട്ട് റിസൈൻ ചെയ്ത് വന്നിട്ട് ഇപ്പൊ 3-4 വർഷമായി. ഇതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഇല്ല. ഇപ്പൊ ഒരാളെ നിർത്തുവാണെങ്കിൽ അവർ ചോദിക്കുന്നത് വരെ 900-1000 രൂപയാണ് അവർ ചോദിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ശമ്പളം ഒരു 20,000 രൂപയായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്കിതൊന്നും കവർ ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹോസ്പിറ്റലിൽ കയറാതെ ഇപ്പോഴും വീട്ടിൽ തന്നെ ഈ ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എനിക്കിപ്പോ കാരിത്താസ് ഹോസ്പിറ്റലിലൊക്കെ ഇപ്പൊ സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് പോയി സപ്പോർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ പോലും ആളില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോവാത്തത്. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മൾ ചോദിക്കുന്ന മിനിമം ആയിട്ടുള്ള ഒരു വേതനത്തെ കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത്. പ്ലീസ് ഡു സപ്പോർട്ടേഴ്സ്. നെഗറ്റീവ് കമന്റുകൾ പരമാവധി ഒഴിവാക്കി ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഞാനൊരു നേഴ്സായാലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നഴ്സുമാരുടെ സ്ട്രഗിൾ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചിലപ്പോൾ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള ഷിഫ്റ്റുകളുണ്ട്. മിക്കപ്പോഴും അതായിരിക്കും ഉണ്ടാകുന്നത്. ഒരു വെള്ളം കുടിക്കാനോ ഒരു വാഷ്റൂമിൽ പോകാനോ ഒരു ഫുഡ് കഴിക്കാനോ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എല്ലാ നഴ്സുമാരും. മിക്ക ഷിഫ്റ്റിലും എന്തെങ്കിലും ഒരു എമർജൻസി വന്ന് ഓടി വീഴുന്നത് ഇപ്പൊ നിങ്ങൾ റീൽസിലൊക്കെ ഒത്തിരി കാണുന്നുണ്ടാവും. നഴ്സുമാരും ഡോക്ടർമാരും ഓടുന്നു, സ്ട്രെച്ചറിൽ കയറുന്നു, CPR അടിക്കുന്നു, ക്രാഷ് കാർഡ് എടുത്ത് നഴ്സ് ഓടുന്നു, ഇടിഞ്ഞൊളിഞ്ഞ് വീഴുന്നു. അങ്ങനെ വീഴാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല. എല്ലാവരും അവരുടെ ഈ നഴ്സിംഗ് ജോബിന്റെ ഇടയ്ക്ക് എത്ര തവണ വീണിട്ടുണ്ടാവും എന്നറിയാം. അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ പേഷ്യൻസിന് കൊടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഓരോ നഴ്സുമാരും. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ നെഗറ്റീവ് കമന്റ് ഇട്ട് ഞങ്ങളെ വേദനിപ്പിക്കരുത്. പ്ലീസ് ഡു സപ്പോർട്ട് അവർ UNA.